ഗാഥേ, കാര്യം എന്താണെന്ന് അറിയാതെ തല്ല എന്നെ കയ്യോ ഒങ്ങരുത്. ഞാൻ തിരിച്ചടിക്കും. അടിക്കുന്നു പറഞ്ഞ അടിച്ചിരിക്കും. എന്താ ഇത്? നന്ദേട്ടനെങ്കിൽ പോന്നേ. എന്താ മോളെ നീ കാണിക്കുന്നേ? അവള് കാണിക്കട്ടെ സുമിത്രേ. ഇത്രയും കാലം ഇവള് കാണിച്ച അഹങ്കാരമൊക്കെ ഞങ്ങള് ചൂണ്ടിക്കാണിച്ചു തന്നപ്പോഴേ നിർമ്മലയുടെ ഭർത്താവും മോളും ആണ് കുഴപ്പക്കാരെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അവള് കാണിക്കട്ടെ. അവള് കൈമടക്കി നിങ്ങളുടെ മുഖത്തടിക്കട്ടെ. നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പട്ടെ. അപ്പോഴൊക്കെ നിങ്ങൾ പഠിക്കുള്ളൂ. വേറെ കുടുംബത്തിലായിരുന്നെങ്കിലേ അമ്മയുടെ ദേഹത്ത് കൈവച്ച അവള് പിന്നെ ഈ വീട്ടിലുണ്ടാവില്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനെ നാണം കണ്ട് ജീവിക്കുന്നത്? പുറത്തിറങ്ങ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞ. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നേ. എന്റെ ഭർത്താവല്ലേ? ശരി, നിന്റെ ഭർത്താവ് തീരുമാനിക്കട്ടെ. അവനെ ഞാൻ വിളിക്കാം. മാറ് നവീൻ, നമുക്ക് ഈ വീട് ശരിയാവില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാം. ഏതെങ്കിലും ഫ്ലാറ്റ് മതി. എല്ലാവർക്കും എന്നോട് പകയാ. അച്ഛനും മുത്തശ്ശിക്ക് പോലും. മുത്തശ്ശിക്ക് എന്താ പറ്റിയേ? മുത്തശ്ശിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചത്. അത് നീ നിന്റെ ഭാര്യയോട് തന്നെ ചോദിച്ചു നോക്ക്. ദേ, അമ്മയുടെ നെറ്റി പൊട്ടി ചോര വന്നത് കണ്ടോ? തള്ളി താഴെയിട്ടതാ ഇവള്. അതുകൊണ്ട് അവസാനിച്ച നിന്റെ അച്ഛൻ ഇവളുടെ തല്ല് കൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. അളിയന്റെ നേരെ കൈയോങ്ങിയിട്ടാണ് ഇവളീ കല്ല് പോലെ നിൽക്കുന്നത്. നവീനെ, ഇതിനെ സഹിക്കാൻ പാടാ മോനെ. ഗാഥ, എന്താ ഇതൊക്കെ? നവീൻ, ഇവര് പറയുന്നത് പോലെയൊന്നല്ല. കീർത്തി എന്റെ തൊട്ടടുത്ത് നിൽക്കായിരുന്നു. ഞാൻ മര്യാദയ്ക്ക് സന്ധ്യദീപം കൊളുത്താൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പതേ ഈ പരട്ട കിളവി വന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്തതാ. എന്താ വിളിച്ചേ? മുത്തശ്ശി എന്താ താൻ വിളിച്ചെന്ന്? എന്നെ ഇറിറ്റേറ്റ് ചെയ്താൽ ഞാൻ വിളിക്കും. ആരെയും എന്തും വിളിക്കും. എന്റെ മുത്തശ്ശിയോട് ബഹുമാനമില്ലാതെ പെരുമാറിയ നിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉൾക്കൊള്ളണ്ട മിസ്റ്റർ നവീൻ. നിങ്ങളോടൊപ്പം ജീവിക്കാനായി ഒരുപാട് കൊതിച്ചവളാ ഞാൻ. ഒരുപാട് സ്വപ്നം കണ്ടവളാ. പക്ഷെ നിങ്ങൾക്ക് വലുതേ എന്നോടുള്ള സ്നേഹമല്ല. ദാ ഈ നിൽക്കുന്ന ഇവര് പറഞ്ഞു തരുന്ന വൃത്തികെട്ട കാര്യങ്ങളാ. അതും കേട്ട് വിശ്വസിച്ചിട്ടാ നിങ്ങൾ എന്നിപ്പോ തല്ലിയത്. സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ, അവൾക്ക് വേണ്ടി സംസാരിക്കാത്ത ഒരുത്തന്റെ കൂടെ ഇനി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. എനിക്കിനി നശിച്ച കുടുംബം വേണ്ട. അങ്ങനെ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു കയറില്ലാൻ തീരുമാനിച്ചിട്ട് പോയാ മതി. ഇതിനേക്കാളും വലിയ വീടേ എനിക്കുണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. അല്ലാതെ കളരിക്കൽ വീടിന്റെ വലിപ്പറിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ അന്തി ഉറങ്ങണമെന്ന് വിചാരിച്ച് വലിഞ്ഞു കയറി വന്നവളല്ല ഞാൻ. ഐ എം ഗാഥ ശ്രീനിവാസ്. താനൊക്കെ 10 ജന്മം ജനിച്ചാലും എന്റെ സ്റ്റാറ്റസിന്റെ ഒപ്പം എത്തില്ല മിസ്റ്റർ നന്ദഗോപാൽ.